ഹായ് ഫ്രണ്ട്സുകളെ, ചങ്കുകളെ, ചങ്കടിപ്പുകളെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പറഞ്ഞു കൊള്ളുന്നു. ഞാനിന്നുള്ളത് കനവക്കുന്ന് കൊട്ടാരത്തിലാണ്. കനവക്കുന്ന് കൊട്ടാരത്തിൽ പുഷ്പമേള നടക്കുകയാണ്. 2024-2025 പുഷ്പമേളയാണ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെയാണ് അവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോഴേക്കും ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ കാണാനായിട്ട് 5 മണിക്ക് എത്തിയതുകൊണ്ട് അപ്പോഴില്ലായിരുന്നു. ഇത് തുടക്കത്തിലുള്ള രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പം കുട്ടികളെയൊക്കെ ആകർഷിക്കാനായിട്ട് ചെറിയ കൂണുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അങ്ങനെ അതിമനോഹരമായ രീതിയിൽ ഒരു വലിയൊരു അനാക്കോണ്ടയുടെ മോഡലിലൊരു ഇതുണ്ട്. അതിനകത്തൊക്കെ നല്ല ലൈറ്റാണ്. കാരണം ഇത് ലൈറ്റ് കാണാൻ കഴിഞ്ഞില്ല, ലൈറ്റ് ഇട്ടില്ലായിരുന്നു. അതുപോലെ വഴിനീളെ നിരവധി ആ ഗ്രൗണ്ട് നിറയെ ലൈറ്റുകളും അതുപോലെ മാനുകളുടെയൊക്കെ രൂപങ്ങളും ഒക്കെയാണ്. നല്ല മനോഹരമായിരുന്നു. ലൈറ്റൊക്കെ അടിപൊളി ലൈറ്റാണ്. എല്ലാവരും ചെന്ന് കാണുക. നിശാഗന്ധി ഞാൻ പോകുന്നതിൻ്റെ അന്നായിരുന്നു 25 ഡിസംബർ 25 ആയിരുന്നു ഉദ്ഘാടനം. അപ്പോൾ ആ ഉദ്ഘാടന ദിവസമാണ് പോയത്. കാരണം അന്ന് ലൈറ്റ് 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിശാഗന്ധിയിൽ അന്ന് പ്രോഗ്രാമും ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നേരം നിശാഗന്ധിയിൽ അവിടെ വെയിറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത്. അതിമനോഹരമായിരുന്നു ആ ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി. അടിപൊളിയായിരുന്നു. എന്ത് നല്ല മനോഹരമായ രീതിയിൽ മനോഹരമായ ദൃശ്യങ്ങളും മോഡലുകളും ഒക്കെ ആയിരുന്നു ലൈറ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ വലിയ ഭംഗി തന്നെയായിരുന്നു. നല്ലൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അതിമനോഹരമായ ഒരു ലവ് ചിഹ്നമൊക്കെ ഇതാ സെറ്റ് ചെയ്ത് അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്നു. അതിൽ ലൈറ്റ് ഡൈനോസോറിൻ്റെ ലൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപം. അത് എന്ത് അതിമനോഹരം. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു തന്നെയാണ് നമ്മുടെ കനവക്കുന്നിൽ നടക്കുന്ന ഫ്ലവർ ഷോ. അപ്പോൾ ആ ഫ്ലവർ ഷോ എല്ലാവരും ചെന്ന് കാണുക. കണ്ട് നമ്മുടെ കാര്യം എങ്ങനെയുണ്ട്. നമ്മൾ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നിരവധി പുഷ്പങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഉള്ളത്. പക്ഷെ അതൊക്കെ വെറൈറ്റിയായി തരംതിരിച്ച് നിരവധി പല രൂപങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴേക്കും അതൊരു കാണാൻ വലിയ ഭംഗിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ഒരുപാട് ഐറ്റം ചെടികൾ തന്നെ അവിടെ ഒരു വലിയൊരു കളക്ഷനായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഹാപ്പി ന്യൂ ഇയർ 2025 എന്നുള്ള ഒരു ലൈറ്റ് വെച്ച് തന്നെ എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇത് തൊട്ടാണ് പുഷ്പമേളയുടെ ആരംഭം തുടങ്ങുന്നത്. ജമന്തിയും ബാക്കിയുള്ളതായിട്ട് അപ്പം ലൈറ്റ് ഇട്ടതിന് ശേഷമായതുകൊണ്ട് ചെറിയ ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പം നല്ല നേരത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പകലായിരുന്നെങ്കിൽ പൂക്കളൊക്കെ എത്തിക്കൂടെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ കഴിഞ്ഞേനെ. ഇതിപ്പോൾ രാത്രിയായിപ്പോയി. രാത്രിയിൽ പിടിച്ചത് കൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പല മോഡലും പല ഡിസൈനിലും ഒക്കെ ആയിട്ട് നിരവധി ഐറ്റം ചെടികളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരാളിന് പ്രവേശന ഫീസ് 50 രൂപയാണ്. അപ്പോൾ 50 രൂപ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കയറിയാലും ഒരു നഷ്ടവുമില്ല. കാരണം നിരവധി നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി പുഷ്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പുഷ്പങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ നിരവധി പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട്. പുഷ്പങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയാണ് കനവക്കുന്നിൽ നടക്കുന്ന പുഷ്പമേളയുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കാണുകയും ചെയ്യാം, നമുക്ക് വാങ്ങുന്നവർക്ക് വാങ്ങാം. അതിന് പ്രത്യേകം സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലാസ്റ്റിലാണ് ഉള്ളത്. ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിനായിട്ട് വച്ചിരിക്കുന്നവയാണ്. എത്ര കണ്ടാലും നമ്മൾ കണ്ടാലും മതിയാകാത്തതാണ്. പകലാണ് പോവുകയാണെങ്കിൽ നമുക്ക് പുഷ്പങ്ങളൊക്കെ വളരെ അതിമനോഹരമായ രീതിയിൽ കാണാൻ കഴിയും. പക്ഷെ രാത്രിയാണെങ്കിൽ ലൈറ്റ് കൂടെ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കാണണമെങ്കിൽ രാത്രി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ലൈറ്റും കാണാം, പുഷ്പമേളയും കാണാം. അപ്പോൾ അതിമനോഹരമായ രീതിയിലുള്ള ഒരു പുഷ്പ പ്രദർശനമാണ് കനവക്കുന്ന്
കൊട്ടാരത്തിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അതേപോലെ തന്നെ എല്ലാവരെയും കനകക്കുന്നിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും കനകക്കുന്നിലെ പുഷ്പമേള കാണാൻ എത്തുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. എൻ്റെ വീഡിയോ കാണുന്നവരും കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് എനിക്ക് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പം രാത്രി ആയതിനാലാണ് ഈ ലൈറ്റിൻ്റെയൊക്കെ അഭാവങ്ങൾ കൊണ്ട് നല്ല വ്യക്തമാകാനുള്ള ചിത്രങ്ങളൊക്കെ കുറച്ച് വ്യക്തത കുറവുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിലാണ് ഇതൊക്കെ എടുക്കുന്നത്. എനിക്ക് വലിയ ക്യാമറയും ഒന്നുമില്ല. ഞാനൊരു ചെറിയൊരു ടാക്സി ഡ്രൈവറാണ്. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും വീട്ടിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകളും ഇൻറ്റീരിയൽ മോഡലുകളുമായിട്ട് ഒരുപാട് മോഡലുകളുണ്ട്. നമ്മളൊരു വീട്ടിനകത്തൂടെ പോകുന്ന ഒരു പ്രകൃതിയാണ് ഇത് കാണാൻ കഴിയുന്നത്. അപ്പം പല മോഡലിലും പല ഡിസൈനിലുമായിട്ട് ചെയ്തിരിക്കുന്നത്, അതിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, ലൈറ്റിൻ്റെ രീതിയിലും ചെടികൾ തൂക്കിയിരിക്കുന്നതായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അത് കുറച്ച് ദൂരം തന്നെ ഉണ്ട്. അത് നമ്മൾ നല്ല രസമായിരുന്നു കാണാൻ, വളരെ ഭംഗിയായിരുന്നു. അത് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും ചെടികളാണ് എത്തുന്നത്. ഇത് കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ ഇതിനടുത്ത് നിന്നൊക്കെ സെൽഫി എടുക്കാനും അത് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുമൊക്കെ ആൾക്കാർ നിരവധി പേരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ വീണ്ടും ചെടികളുടെ വീണ്ടും മായാലോകമാകുന്നു. ജമന്തികളുടെ ഒരു തോട്ടം തന്നെ ഉണ്ടായിരുന്നു. മഞ്ഞ കേന്തിയാണ്. അപ്പോൾ ജമന്തി തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാനും ഒരു ഫോട്ടോ എടുത്തു, ഞാനും എൻ്റെ വൈഫും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് ജമന്തി തോട്ടങ്ങളെല്ലാം ഒന്ന് ദർശിച്ച് ഞങ്ങളിങ്ങനെ മുന്നിലോട്ട് പോവുകയായിരുന്നു. മുന്നിലോട്ട് പോകുമ്പോൾ നിരവധി ചെറിയ ചെടികളും വലിയ ചെടികളും ഒക്കെ ആയിട്ട് കണ്ണഞ്ചിക്കുന്ന നിരവധി ചെടികളുടെ കളക്ഷൻ തന്നെ ആയിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാമൊക്കെ പകർത്തി എല്ലാ വീഡിയോ ഇടാനുള്ള ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോകൾ മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാണുക. തുമ്പപ്പൂ തന്നെ ഞാൻ പറയും പോലെ തന്നെ നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള ചെടികൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ കാണാൻ അതിമനോഹരമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൽ 1-2 നിന്ന് കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നില്ല. ഇതെല്ലാം നാട്ടിലുള്ള ചെടികളാണ്, അതിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് ആയുർവേദ കോളേജിൻ്റെ മരുന്ന് അവരുടെ ഒരു ചെറിയൊരു കുളവും അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആയുർവേദ മരുന്നുകളുടെ തന്നെ ഒരു വലിയൊരു കലവറ പോലെയുണ്ട്. ഇത് ത്രികടുക് ആണ്. ത്രികടുകിൻ്റെ 3 കടുക് ത്രികടുക് ചേർന്നുണ്ട്. അതിൽ ദശപുഷ്പമുണ്ട്. പിന്നെ ഓരോ മരുന്നുകൾക്കും ഇത് ദശപുഷ്പമാണ്. 10 പുഷ്പങ്ങൾ ചേർന്നതാണ് ദശപുഷ്പം. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെയും പേരെഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ നിരവധി ആയുർവേദ മരുന്നുകളുടെ പേരും എഴുതി വച്ചിട്ടുള്ള മരുന്നുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കാണുന്നതുമായ ഒരുപാട്. ഇത് ഇലയിൽ തീർത്ത നല്ലൊരു ഡിസൈൻ കളക്ഷനാണ്. ചുവപ്പും മഞ്ഞയായിട്ടുള്ളൊരു ഇലച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അതൊരു നല്ലൊരു രസം തന്നെയായിരുന്നു. ആ ചുവപ്പും മഞ്ഞയും ചെടികൾ. പിന്നെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ സൈഡിൽ ഒക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൻ്റെ മോഡലിൽ ചെടി വെച്ച് ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടാൻ ഞാൻ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ റോസകളുടെ ഒരു മായാപ്രപഞ്ചം തന്നെയായിരുന്നു. റോസ ചെടികൾ, ചെറുതും വലുതുമായിട്ടുള്ള റോസകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെറൈറ്റി പൂക്കൾ, ബാംഗ്ലൂർ ചെടികളുടെ ബാംഗ്ലൂർ പൂക്കളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഒരുപാട് ഒരു സ്ഥലത്തിരിക്കുമ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കാണുന്ന ഒരു നല്ലൊരു വെറൈറ്റി ചെടിയാണ്. അത് അടുത്ത് നിന്ന് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ പൂത്ത് നിൽക്കുന്ന ആ ഒരു ഡിസൈനൊക്കെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നിന്നാൽ നമുക്കത്ര ഭംഗി തോന്നില്ല. നിരവധി ചെടികൾ. ഇത് വെള്ള ജമന്തി ആണ് നിൽക്കുന്നത്. ഇത് ഒരു കൂട്ടം ജമന്തി തന്നെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചുവപ്പ് കളറിലുള്ളതും അതുപോലെ പിങ്ക് കളറിലുള്ള നിരവധി ചെടികളും പൂക്കളുമായിട്ട് നമ്മളെ കണ്ണിന്
മനസ്സിന് കുളിർമ തരുന്ന നിരവധി പൂക്കളുടെ ഒരു മായാപ്രപഞ്ചം. ഇതെല്ലാം ഇലച്ചെടികളാണ്. ഇലച്ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതേപോലെ ഡാലിയ ഉണ്ട്, സീനിയർ ചെടിയുണ്ട്. ഡാലിയുടെയൊക്കെ നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നിരവധി ഡാലിയ ചെടികൾ, സീനിയർ ചെടികൾ, പിന്നെ നമ്മൾ ബൊക്കയിലേക്ക് വയ്ക്കുന്ന ബാംഗ്ലൂർ പൂ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡാലിയുടെ കളക്ഷനാണ്. അതെല്ലാം ആ കൊട്ടാര ഏതെല്ലാം വെറൈറ്റി, ഏതെല്ലാം കളറുകൾ, ഏതെല്ലാം ഡിസൈനിലുള്ള ഡാലികളെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതെല്ലാം ബാംഗ്ലൂർ ചെടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നമ്മൾ ബൊക്കയിൽ വയ്ക്കുന്ന പൂവിടുന്നതിന് ആ കാണുന്ന ചുവപ്പ് ഇലച്ചെടിയാണ്. ഇതെല്ലാം വെറൈറ്റി ചെടികളാണ്. ഇതൊക്കെ നമ്മൾ റെയറായിട്ട് കണ്ടുള്ള. ഇതിപ്പോൾ ഒരുതരം എന്തെന്ന് പിന്നെ നിരവധി ബോൺസായിയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ബോൺസായി ചെടികളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പല മോഡലിലും പല ഡിസൈനിലുള്ള പല വെറൈറ്റീസ് ബോൺസായി ചെടികൾ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ബോൺസായി ചെടിയുടെ. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരമാണ് ഈ നിൽക്കുന്നത്. ആൽമരം രണ്ട് ടൈപ്പ് ആൽമരമുണ്ട്. അതുപോലെ തന്നെ പുളിയുണ്ട്, മാവുണ്ട്, എല്ലാം ബോൺസായിയാണ്. അപ്പം ബോൺസായിയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. നോക്കുക, അടിപൊളിയാണ്. ഈ ബോൺസായിയുടെ ആ ഒരു കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കനോക്കുന്ന് കൊട്ടാരത്തിനകത്തേക്കാണ് പോകുന്നത്. കൊട്ടാരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് മൊത്തം ബൊക്കകൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഫ്ലവറുകൾ കൊണ്ടുള്ള ബൊക്കകൾ, നമ്മൾ മേശ അലങ്കാരത്തിന്, ടേബിൾ അലങ്കാരത്തിനുള്ള ബൊക്കകൾ. അടിപൊളി രീതിയിലുള്ള ബൊക്കകളായിരുന്നു അവിടെ സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ കണ്ണഞ്ചിക്കുന്ന രീതിയിലുള്ള ബൊക്കകളും നമ്മളും കാണാത്തതും കണ്ടതുമായ നിരവധി പൂക്കൾ കൊണ്ടുള്ള വെറൈറ്റി ബൊക്കകളായിരുന്നു ആ കനോക്കുന്ന് കൊട്ടാരത്തിന് ഉള്ളിൽ ഉള്ള കാഴ്ചകൾ. അപ്പോൾ അതെത്ര തന്നെ പറഞ്ഞാലും തീരില്ല, പക്ഷെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. വെറൈറ്റി കളറുകളും വെറൈറ്റി ബൊക്കകളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുക ആണ്. ഈ കാണുന്നത് ഒരു ബോൾ ടൈപ്പുള്ള ഒരു തരം ജമന്തിയാണ്. ബോൾ എഴുതിയിരിക്കും പൂ. അപ്പോൾ ഇതെല്ലാം ബൊക്കകളാണ്. അപ്പം ബൊക്കകൾ നിരത്തി കനോക്കുന്ന് കൊട്ടാരത്തിനകത്ത് വച്ചിരിക്കുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു അടിപൊളി. ഈ പൂവൊക്കെ നമ്മൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റം പൂകൾ ഉള്ള ബൊക്കകളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണാൻ കഴിഞ്ഞതിലും വളരെ ആത്മസംതൃപ്തിയുണ്ട്. അപ്പം എത്ര നല്ല രീതിയിൽ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞത് വളരെ സമയമെടുത്ത കാര്യങ്ങളാണ്. എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ എന്തായാലും പുഷ്പമേള കാണാൻ പോകാത്തവർക്ക് ഒരു പുഷ്പമേള കണ്ട ഒരു പ്രതി കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു പുഷ്പമേള ഇടുന്ന വീഡിയോ എല്ലാവരും കാണുക, കണ്ട് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. ബൊക്കകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പം ബൊക്കകളുടെ ഒരു കളക്ഷൻ ഇവിടെ എത്തുമ്പോഴേക്ക് തീരുകയാണ്. ബൊക്കകളുടെ കളക്ഷൻ തീർന്നാൽ അടുത്ത് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ചെടികളാണ്. ചെടികളുടെ ഒരു മായപ്രപഞ്ചം തന്നെ വീണ്ടും ഉണ്ട്. അപ്പോൾ ആ ചെടികളുടെ മായപ്രപഞ്ചം നമ്മൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ എല്ലാം ചെറിയ ഐറ്റങ്ങളാണ്. ബാഷ്പം പോലുള്ള വെറൈറ്റി കളറിലെ ചെറിയ ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ചെടികൾ തന്നെയാണ്. പക്ഷേ അതെല്ലാം വെറൈറ്റി ആയിട്ട് പിന്നെ പൂ കൊണ്ട് ഒരു ചെറിയൊരു പൂവും ഒരു ചിത്രശലഭത്തെ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനടുത്ത് ഒരുപാട് ചെടികളും വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വലിയൊരു കൗതുകമാണ്. ഇതെല്ലാം ഓർക്കിഡുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഓർക്കിഡുകളുടെ പല മോഡൽ ഓർക്കിഡുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്ത, ഞാൻ വനത്തിൽ തന്നെ കണ്ടിട്ടുള്ള
ഓർക്കിഡുകളുമുണ്ട്, അല്ലാതെ വനത്തിലല്ലാതെ നാടുകളിലുള്ള ഓർക്കിഡുമുണ്ട്. അപ്പം വനത്തിലൊക്കെ നമ്മൾ റെയറായി കാണപ്പെടുന്ന ഒരുപാട് ഓർക്കിഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആർക്കും വനത്തിനകത്തുള്ളവർക്ക് ഈ ഓർക്കിഡുകളെക്കുറിച്ച് വലിയ ഇതില്ല, അവരതിനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ നാട്ടുപ്രദേശത്തെത്തിയപ്പോഴും അതിനെല്ലാം വളരെയധികം പരിപാലിച്ച് അത് കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ത് വിലയെന്നറിയാമോ ഇതിന്? ഓർക്കിഡുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ ആയിട്ട് നിരവധി എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കളക്ഷനായിരുന്നു പുഷ്പമേളയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. ഇതിപ്പം കള്ളിച്ചെടികളുടെ ഒരു കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം. അപ്പം കള്ളിച്ചെടികൾ കൊണ്ടുള്ള ഡിസൈനുകളും കള്ളിച്ചെടികളും എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ആൾക്കാർ പറയും കള്ളിച്ചെടികൾ മുള്ളുള്ള ചെടികളൊന്നും വീട്ടിൽ വളർത്തിക്കുക ഭയങ്കര ഡേഞ്ചറാണെന്ന്. പക്ഷേ എന്നാലും മിക്ക സ്ഥലങ്ങളിലും കള്ളിച്ചെടികൾ ഒരുപാട് കളക്ഷൻ തന്നെയുണ്ട് പല വീടുകളിലും. അത് ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ കള്ളിച്ചെടികളെ ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ മുള്ളുകൊള്ളും, മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതെനിക്കറിയില്ല. അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ അറിഞ്ഞുകൂടുന്നത് തന്നെ പറയും, കാരണം എനിക്കറിയില്ല. എന്തായാലും കള്ളിച്ചെടികൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ അടിപൊളി ഭംഗിയാണ്. പല വെറൈറ്റിയിലുള്ള കള്ളിച്ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചട്ടികളിൽ ചെറിയ പല മോഡലിൽ കള്ളിച്ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കള്ളിച്ചെടികൾ കണ്ട് തീരാറായി. അപ്പം ആ കള്ളിച്ചെടികളുടെ തന്നെ വലിയൊരു സ്റ്റോള് തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും പല വെറൈറ്റിയിലുള്ള പുഷ്പങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പൂക്കളാണ്. ഇതെല്ലാം ഒരുപാട് ഇരിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു രീതിയിൽ നല്ലൊരു ഭംഗി തോന്നും. പക്ഷെ നമ്മളവിടെയൊക്കെ ഒന്നോ രണ്ടോ പൂത്തിരിക്കുന്നുണ്ട്, നമുക്കതിന് ഒരു ഭംഗി കാണില്ല. ഇത് ഇലച്ചെടിയാണ്, നല്ല കളറിൽ ഉള്ള ഇലച്ചെടി. അതുപോലെ തന്നെ ഡാലി വീണ്ടും ഇവിടെ വേറൊരു സ്ഥലത്തുണ്ട്. ഈ ഇലച്ചെടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ വൻ തിരക്കായിരുന്നു. ഈ ഒരു മരത്തിൻ്റെ റൗണ്ട് ഇതായി 3 കളറുകൾ, ചുവപ്പ്, മഞ്ഞ, റോസ്, ഇങ്ങനെ 3 കളറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വൻ തിരക്കാണ്. അത്രയും പൂക്കളെല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും ഇലച്ചെടികളൊക്കെയാണ് കൂടുതലും കാണാനുള്ളത്. പച്ച കളറിലുള്ള ഇലച്ചെടികളും മഞ്ഞ കളറിലുള്ള ഇലച്ചെടികളും ഒക്കെയാണ്. ഈ ഇലച്ചെടികളിലൂടെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പുഷ്പമേളയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അടുത്തുള്ളത് സ്റ്റോളുകളാണ്. മാങ്ങ, പൈനാപ്പിൾ ഒക്കെ അറുത്ത് കൊടുക്കുന്ന സ്റ്റോളുകൾ ആണ്. ഇത് അവിടെ ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ളത് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കുള്ള ഗെയിമും ഇതിനൊരു സ്റ്റോളുണ്ടായിരുന്നു, ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള. അപ്പം ഇങ്ങനെ കുറച്ച് എല്ലാ വർഷത്തെ പോലെ നിരവധി സ്റ്റോളുകളൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഈ കാണുന്ന ഇതൊക്കെ മാത്രമേ ഉള്ളൂ, വലുതായിട്ടൊന്നും ഇപ്രാവശ്യം ഇല്ല. ചെറിയ ചെറിയ സ്റ്റോളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വലിയ സ്റ്റോളുകളൊന്നും ഇല്ല. പിന്നെ ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഫുഡ് കോർട്ടുകളും ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല, അതൊന്നും ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സർബത്തിൻ്റെ ഒരു സ്റ്റോളും നൊങ്ക് സർബത്ത് ഇതൊക്കെയുള്ള ഒരു സ്റ്റോള് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിൽ കണ്ട ചെടികളെല്ലാം വിൽക്കുന്ന സ്ഥലം താഴെയാണ്. അപ്പോൾ ഈ താഴെ ബാക്ക് സൈഡിലാണ് ചെടികളൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ചെടികൾ വാങ്ങിയിട്ട് ഇറങ്ങി പോകാവുന്നതാണ്. അതുകൊണ്ടാണ് ഇനി ഏറ്റവും ലാസ്റ്റിൽ ചെടികൾ വിൽക്കുന്ന സ്റ്റോളുകളുള്ളത്. അപ്പോൾ ആ സ്റ്റോളുകളിൽ നിന്ന് നിരവധി ആൾക്കാർ ചെടികൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പല വെറൈറ്റി ചെടികൾ ഇവിടെ വിൽക്കാനുണ്ട്. എല്ലാ ഐറ്റങ്ങളും ഇവിടെ കുറച്ച് സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് കളക്ഷൻ സ്വീകരിച്ചെടുക്കാവുന്നതാണ്. മീനു ഗാർമെൻസിൻ്റെ ഒരു സ്റ്റോളും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ചെടികളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിൽക്കാൻ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു. നിരവധി വ്യത്യസ്തങ്ങളായ ചെടികൾ സ്റ്റോളുണ്ടായിരുന്നു. 3 ബുക്ക് 100 രൂപ, 4 ബുക്ക് 100 രൂപ എന്നിങ്ങനെ
സ്റ്റോളുകളും അതേപോലെ വൈബ്രേറ്ററുകൾ, മൊബൈൽ അച്ചാറുകൾ, വെറൈറ്റി അച്ചാറുകളുടെ ഒരു മേളം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്റ്റോളുകൾ, വിത്ത് വിൽക്കുന്ന സ്റ്റോളുകൾ, പിന്നെ ചെറിയ ഓർണമെൻറ്റ്സുകളും അതേപോലെ ചെറിയ എന്തെന്ന് പറയാം പിള്ളേരെ ആവശ്യമായ കൊച്ചു കുട്ടികൾക്ക് ആവശ്യമായതും കൊച്ചു പയ്യന്മാർക്ക് ആവശ്യമായതുമായ ചെറിയ ചെറിയ സ്റ്റോളുകളും, ഇങ്ങനെ കുറച്ച് സ്റ്റോളുകൾ മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. വലിയ നല്ല സ്റ്റോളുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ചെറിയ രീതിയിലുള്ള സ്റ്റോളുകൾ മാത്രമായിരുന്നു. സ്റ്റോളുകളും വലുതായിട്ടൊന്നും കൂടുതലില്ല. ഇതിപ്പം എനിക്ക് സ്റ്റോളുകൾ തന്നെ തീരെ ലാസ്റ്റാണിത്. വലിയ സ്റ്റോളുകളൊന്നും പറയാനില്ല. ഇത് ചെറിയ കുറഞ്ഞ കളിപ്പാട്ടങ്ങളും കുറഞ്ഞ സാധനങ്ങൾ ഏതെന്തായാലും 10-20 രീതിയിലുള്ള സാധനങ്ങൾ അപ്പം സ്റ്റോളുകൾ ഉദ്ദേശിച്ച് വരുന്നവർക്ക് വലിയ വൻ നഷ്ടമാണ്. പിന്നെ പാലക്കാടൻ കത്തികൾ, പാലക്കാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റോളുണ്ടായിരുന്നു. അവിടെ കുറേ കത്തികളും കുറച്ച് ഇരുമ്പ് ചീനിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വിലയൊക്കെ ഉണ്ട്, നല്ല വിലയാണ്. തീരെ വില കുറവൊന്നുമില്ല സ്റ്റോളുകൾ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി വില കൂടുതൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കത്തി വാങ്ങിയിരുന്നു, അതേപോലെ തന്നെ പുറത്തുനിന്നും കത്തി വാങ്ങി. അപ്പോഴേക്കും അതാണ് വിലയുടെ വ്യത്യാസം അറിയാൻ കഴിഞ്ഞു. എന്തായാലും ആ സ്റ്റോളുകളെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കനകക്കുന്നിലേക്കുള്ള ഒരു ചെറിയൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. കനകക്കുന്നിന് ഓപ്പോസിറ്റ് നിന്നിട്ട് അപ്പോൾ കനകക്കുന്നിൽ നിന്ന് ഇറങ്ങി കനകക്കുന്നിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വണ്ടി എടുത്തു. ഞങ്ങൾ അവിടുന്ന് യാത്രയാകുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റിൻ്റെ ദൃശ്യങ്ങളും ആ ബ്ലോക്കുകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല ബ്ലോക്കായിരുന്നു, ഒരുപാട് സമയം ബ്ലോക്കായി കിടന്നു. എന്നാലും അതൊക്കെ കണ്ടു ഇറങ്ങി. അപ്പം വീഡിയോ എല്ലാവരും കാണുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വീഡിയോയുടെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്.